നമസ്കാരം, എല്ലാവർക്കും ഹിൽ ടോപ്പ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ജിംബ്രൂട്ടൻ സാധനമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ഒരു മീഡിയം സൈസ് ഒരു മീനെ നമുക്ക് അങ്ങോട്ട് വെട്ടി കണ്ടിച്ചൊരു ഫിഷ് മോളി അങ്ങോട്ട് ഉണ്ടാക്കാം. കിഡിലൻ സാധനം. അപ്പോൾ എന്നാൽ നേരെ വീഡിയോയിലേക്ക് വിട്ടേക്കാം. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് വെട്ടി കണ്ടിച്ചെടുക്കണം. അത് സ്പീഡിൽ ചെയ്യാം. നല്ല ഷാർപ്പായിട്ടോ, നല്ല വാള് പോലെ ഇരിക്കും ഇതിൻ്റെ മുള്ളൊക്കെ. അതുപോലെ തന്നെ മുകളിലും ഇതേപോലെ തന്നെ ഉണ്ട്. ഇതിന് വറ്റാന്ന് പറഞ്ഞാണ് കടയിൽ നിന്ന് തന്നത്. ഞാനിപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ ഡബിൾ സ്പോട്ടഡ് ക്യൂൻ ഫിഷ് എന്നൊക്കെയാണ് കണ്ടത്. മലയാളം നോക്കിയിട്ടൊരു പിടിയും കിട്ടുന്നില്ല. അപ്പോൾ നമുക്ക് ഇവനെ അങ്ങ് വെട്ടി കണ്ടിച്ച് നല്ല കിടിലിനാക്കി എടുക്കാം. അപ്പോൾ തല നമ്മൾ കറിയിലിടുന്നില്ല കേട്ടോ. തല ജസ്റ്റ് വീട്ടിൽ കൊണ്ട് കറി വയ്ക്കാം. അപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് വെട്ടി കണ്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല തുണ്ടുമായിട്ട്. കുറച്ചൊക്കെ ഒന്ന് പൊടിഞ്ഞും പോയിട്ടുണ്ട്. കുഴപ്പമില്ല, പക്ഷെ അധികം പോയിട്ടില്ല കേട്ടോ. ഞാൻ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടിലും സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് എന്താണെങ്കിൽ. അപ്പോൾ നമ്മുടെ തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഫിഷ് മോളി അടിച്ച് തുടങ്ങുകയല്ലേ. അപ്പോൾ ഫിഷ് മോളിക്കായിട്ട് ആദ്യം നമുക്ക് ഉരുളി അങ്ങ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഉരുളിക്കകത്തോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയ്ക്കല്ല ടേസ്റ്റ് കൂടുതലായിട്ട്. മീൻകറി വെക്കുമ്പോൾ വെളിച്ചെണ്ണ വെക്കണടാ. നമ്മുടെ ഒരു കേരള സ്റ്റൈൽ വെക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്കാണ് അതിൻ്റെ ഒരു പഞ്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് ചെറിയുള്ളി അരിഞ്ഞ് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറിയുള്ളി നല്ല രീതിയിൽ നല്ല കണ്ടോ, എണ്ണ നല്ല ചൂടുണ്ടായിരുന്നു. അപ്പോൾ സ്വർണ്ണ കളറായി വരുന്നുണ്ട്. അതിലേക്ക് സവോളയും കൂടെ അങ്ങോട്ട് തട്ടി കൊടുക്കാം. അപ്പോൾ 5 കിലോ ഫിഷ് ഉണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തേക്കുന്നത്. 5 കിലോ മുകളിലുണ്ട് ഇല്ലടാ. 5 കിലോ തലയൊക്കെ പോയി. 5 കിലോ മുകളിലുണ്ട്. ഫിഷ് അത്ര 5,600 ആയിരുന്നു. അതെ. അപ്പോൾ തലയും ഇതെല്ലാം പോകുമ്പോൾ 5 കിലോ ആയില്ലേ. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റി എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് കുറച്ച് ഉപ്പങ്ങ് ഇങ്ങനെ തൂകി കൊടുക്കാം കേട്ടോ. നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴന്ന് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം എളുപ്പം ആവുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇത്രയാകുമ്പോൾ തന്നെ നമ്മുടെ ചതച്ച് വെച്ച വെളുത്തുള്ളി, അതുപോലെ തന്നെ ചതച്ച് വെച്ച ഇഞ്ചി അതുകൂടെ ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണെങ്കിലും ഒരു കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. കാരണം അതിൻ്റെ ആ ഒരു ഇല്ലെങ്കിൽ ഒരു ചുവ വരും. ആ ചുവ ഇല്ലാണ്ടാകുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ സവോളയും ചെറിയുള്ളിയൊക്കെ കൂടെ ഇങ്ങനെ വഴറ്റുന്ന ആ മണവും കൂടെ അടിക്കുമ്പോൾ ഉണ്ടല്ലോ, അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. നല്ല സ്മെല്ലാട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കണം. ഇതിൽ നമ്മൾ വേറെ മസാലാസ് ഒന്നും ഇടുന്നില്ല. കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി ഇതാണ് ഇടുന്നത്. പിന്നെ എരിവിനായിട്ട് പച്ചമുളകാണ് ഇടുന്നത്. അല്ലാതെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല. അപ്പോൾ നമുക്ക് ഇതങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫുള്ള് ഗ്രീനറി ആയിട്ടോ ഇതിൻ്റെ ഉള്ളിൽ. അത് പച്ചമുളക്, കറിവേപ്പില, പച്ചമുളക് നല്ല പച്ച കളറല്ലേ, കടും പച്ച കളർ. അത് മണം വരുന്നുണ്ട്. അതാ ഞാൻ അവിടെ നിന്നപ്പോൾ അധികം മണമൊന്നും വരില്ല. അപ്പം ഞാൻ വിചാരിച്ചു ചേട്ടാ ഇത് പറയുന്നത് കാറ്റിങ്ങോട്ടല്ലേ. അപ്പോൾ പച്ചമുളകും ഇതെല്ലാം നല്ല രീതിയിൽ ഇതിനകത്ത് ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. പച്ചമുളക് ഇത്രയും മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇടാതെയും ചെയ്യും, പക്ഷേ നമ്മൾ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇത് പ്രോപ്പർ മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ ഇവിടുത്തെ നമ്മുടെ പറമ്പിലുണ്ടാക്കിയ സാധനമാണ്. അപ്പോൾ അതുകൊണ്ട്
ഒരുപാട് ഇടണ്ട, വല്ലാതെ ചൊവയായിരിക്കും. ഫിഷ് മോളിക്ക് ഈ ഒരു കളറ് വേണം, ഒരു മഞ്ഞ കളറ് വേണം. അപ്പോൾ എങ്കിലേ കാണാനൊരു രസം ഉണ്ടാവുള്ളൂ. അപ്പം നമ്മളതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുന്നത്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ അടുത്ത മെയിൻ ഐറ്റമാണ് കുരുമുളക് പൊടി. കുരുമുളക് പൊടി കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് എടുത്തോട്ട് വരണ്ട, കാറ്റടിച്ച് നിൻ്റെ മുഖത്തോട്ട് വരും. എരിവിന് വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ആ കുരുമുളക് പൊടി മാത്രവും, കുരുമുളകും പച്ചമുളകുമാണ് ഇതിൻ്റെ ഒരു എരിവൊക്കെ. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ നല്ല രീതിയിൽ ഇതിനകത്ത് സെറ്റായിക്കൊണ്ടിരിക്കുക. ഇനി നമുക്ക് ഒട്ടും വെയിറ്റ് ചെയ്യണ്ട, നേരെ നമ്മുടെ ഫിഷ് അങ്ങോട്ട് തട്ടിക്കൊടുക്കുക അതിലേക്ക്. ഓ, നല്ല സൂപ്പർ ഫിഷ് കേട്ടോ. നമുക്ക് ഇതിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് പെരട്ടി എടുക്കണം. നമുക്ക് നമ്മുടെ ഫിഷിൻ്റെ കഷ്ണങ്ങളൊന്നും ഇപ്പം തന്നെ കണ്ടോ കളറൊക്കെ ചേഞ്ചായി തുടങ്ങി. ഒരുപാടിട്ട് ഇളക്കി പൊടിക്കല്. നമ്മൾ ഇളക്കുമ്പോൾ അതുപോലെ സ്നേഹത്തോടെ ആ ഫിഷ് പോലും അറിയാതെ വേണം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ചൊക്കെ ഇടാൻ. കണ്ടോ? അപ്പോൾ ഇതിനകത്ത് ഈ മസാലയ്ക്കകത്ത് എല്ലാം ഒന്ന് പെരട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാലിലാണ് നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ രണ്ടാം പാല് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ആ രണ്ടാം പാല് ആദ്യം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഫിഷൊക്കെ മുങ്ങുന്ന രീതിക്ക് ആ തേങ്ങാപ്പാൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. ഇതൊന്ന് തിള വന്നിട്ട് വേണം നമുക്ക് ഒന്നാം പാലും കൂടെ അങ്ങ് ഒഴിച്ച് അങ്ങോട്ട് പൊളപ്പനായിട്ട് അങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഇവിടെ തിളയ്ക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ലാസ്റ്റായിട്ട് തക്കാളി വട്ടത്തിൽ അരിഞ്ഞത് അതുകൂടെ ഇട്ട് കൊടുക്കാം. ഈ വട്ടത്തിൽ അരിഞ്ഞ തക്കാളി ഇങ്ങനെ ഇതിൻ്റെ മുകളിലേക്ക് ഇടുമ്പോൾ ഉണ്ടല്ലോ, ആ നല്ലൊരു കോൺട്രാസ്റ്റാണ്. ആ കളറ് മഞ്ഞ, പച്ച, ചുവപ്പ് എല്ലാം കൂടെ ആകുമ്പോൾ പൊടിക്കും. ഇങ്ങനെ പറക്കി പറക്കി ഇടണമെന്നൊന്നുമില്ല, ഞാൻ ചുമ്മാ ഒരു ഭംഗിക്കാൻ കിട്ടുമെന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള തക്കാളി എല്ലാം കൂടെ നമ്മുടെ ഫിഷ് മോളിക്കകത്തോട്ടൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതങ്ങ് അടച്ച് വെച്ചൊന്ന് വേവിക്കാം. വേവിക്കാമെന്ന് പറഞ്ഞാൽ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേനും വെന്തോളും. ഫിഷ് അധികം സമയം വേണ്ടല്ലോ. ഈ ഒരു ഫിഷ് കറി ശരിക്കും അപ്പത്തിൻ്റെ കൂടെയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. ഒരു നമ്മുടെ മുളകിട്ട കറി പോലെയല്ല, നല്ല ഞെരിപ്പാണ്. എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട കറിയാണ്. നിനക്ക് മറ്റേ ആ മുളകിട്ട് ചുമന്ന കറിയാണ് ഇഷ്ടം തോന്നുന്നത്. പിന്നെ അങ്ങനെയൊന്നുമില്ല, എനിക്ക് എന്തും പൊക്കോളും. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള എന്ത് കഴിക്കുക. ഇത് നല്ലൊരു പ്രത്യേകതയാണ്. എപ്പോഴും നമ്മൾ ആ മുളകിട്ട കറി തന്നെ ട്രൈ ചെയ്യാണ്ട് ഞാൻ തന്നെ പൊക്കോളുന്നു. നമുക്ക് നൈസായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സാധനമാണ്. സിമ്പിളാണ്, അധികം പണിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ ജിംബ്രൂട്ടൻ എന്തായാലും നോക്കാം. വാ, മുഴുവൻ തിളയ്ക്കാൻ തുടങ്ങിയിട്ടോ. ഉപ്പൊക്കെ ഉണ്ടോ? ലേശം കൂടെ ഉപ്പ് വേണം. ഒരുപാട് വേണ്ട, ലേശം മതി. അപ്പം ഇനി ഒരു കുറച്ചും കൂടെ ഒന്ന് എല്ലാവിടെയും തിളയ്ക്കട്ടെ. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി എന്തായെന്ന് നോക്കാം. സാധനമൊക്കെ നന്നായിട്ട് തിളച്ച് അത്യാവശ്യം വറ്റി സെറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തേങ്ങാപ്പാൽ ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫിഷ് മോളിക്കകത്തോട്ട് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഓ, ഒന്നാം പാലൊക്കെ ഒഴിച്ചപ്പോൾ അതിൻ്റെ ഇതങ്ങ് മാറിയില്ലടാ, റിച്ചായില്ലേ സാധനം, നല്ല പൊളപ്പനായി. അപ്പോൾ നമ്മുടെ ഫിഷ് മോളി ഫുള്ള് സെറ്റായിട്ടുണ്ട്. നമ്മൾ ഒന്നാം പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ സാധനം നമുക്കൊന്ന് ഇങ്ങനെ ചുറ്റിച്ച് കൊടുക്കാം. ഫിഷ് കറി ഒരിക്കലും നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് എടുത്ത് കയ്യിലിട്ട് ഇളക്കല്, അതായത് തവിയിട്ട് ഇളക്കി കഴിഞ്ഞാൽ എന്താവും, ഫുള്ള് പൊടിഞ്ഞു പോകും. ഇപ്പം സാധനം നല്ല ഗുമ്മായിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കൂടി ഇരിക്കുമ്പോഴത്തേനും നല്ല തിക്കായി വരും കേട്ടോ. ഒരുപാട് അങ്ങോട്ട് വറ്റിച്ച് കഴിഞ്ഞാൽ അവസാനം വരുമ്പോഴത്തേനും ഇങ്ങനെ കുഴഞ്ഞു പോലെ ഇരിക്കും.
ഇതൊന്ന് കുറച്ചിരിക്കുമ്പോഴത്തേനും നല്ല തിക്കായിട്ട് നല്ല ക്രീമി ടെക്സ്ചറാവും. ആ ചാറ് കൂട്ടി പെടച്ച. ഇന്ന് നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കുന്ന ഇടിയപ്പമാണ് കേട്ടോ. ഇടിയപ്പം കൂട്ടി നമ്മളൊരു പിടി പിടിക്കാം. അപ്പോൾ നമുക്കത് വേഗം അറേഞ്ച് ചെയ്തിട്ട് പോയി കഴിക്കാം. അപ്പോൾ നമ്മുടെ കിഡിലൻ ഫിഷ് മോളിയും അതേപോലെ തന്നെ ഇടിയപ്പവും ഒക്കെ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. കഴിക്കണ്ടേ? അപ്പോൾ നമ്മുടെ ഫിഷ് മോളിയും ഇടിയപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല ഗുമ്മ് സാധനം. കണ്ട, ഒരു ഇടിയപ്പം മതി. ഒരു ഇടിയപ്പം കൂട്ടി അങ്ങോട്ട് ഒരു പിടി പിടിച്ചാണ്ടല്ലോ ഞെരിപ്പായിരിക്കും, ഞെരിപ്പ്. അപ്പം നമുക്ക് കഴിക്കടാ. അതങ്ങോട്ട് കോരി ഒഴിക്കട്ടെ. നമുക്കിതിൽ നിന്ന് ഒരു പീസ് അങ്ങോട്ട് നൈസായിട്ട് എടുക്കാം. ഒരു പീസൊന്നും അല്ല, ഇത് കുറച്ചധികം പീസ് ഉണ്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ. ഉണ്ടോ ഒരു ഫിഷിൻ്റെ പീസും അതുപോലെ തന്നെ കുറച്ച് ചാറും എല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങനെ പിടിക്കാം. ഇടിയപ്പത്തിൻ്റെ കൂടെ നമ്മൾ സാറിന് ബീഫും എല്ലാം കൂട്ടി കഴിക്കുന്നതല്ലേ, അതൊന്നും ഒന്നുമല്ല കേട്ടോ. അത്രയ്ക്ക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് കോമ്പിനേഷൻ. ചുമ്മാ ഓവർ ആയിട്ട് ഞാനിതൊരു ഇടുമല്ല, എക്സ്പ്രഷൻ ഇടുമല്ല, അതുപോലെ സൂപ്പറായിട്ടുണ്ട്. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. എന്താണെങ്കിലും ട്രൈ ചെയ്തിട്ട് ഉറപ്പായിട്ട് അഭിപ്രായം താഴെ ഇട്ടിരിക്കണം കേട്ടോ. അതുപോലെ സൂപ്പറാണ്, എളുപ്പമാണ്. ഇത് കണ്ടോ സാധനത്തിൻ്റെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് കൊച്ചു പിള്ളേർക്കും കഴിക്കാം. എരിവില്ല, അത്രയ്ക്ക് എരിവൊക്കെ പാകത്തിന് എരിവും. ആ ചാറൊക്കെ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇപ്പം അച്ഛൻ്റെ പോലെ ചുമന്ന കളറൊന്നും അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ആ ചുമന്ന കളറിലൊന്നും കാര്യമില്ല. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ വായിൽ നിന്ന് വെള്ളം. തേങ്ങാപ്പാലാണ് ഹൈലൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? എൻ്റെ മോനെ ഒരു കാര്യം ഞാൻ പറയട്ടെ, നീ അവിടെ നിന്ന് കൊതി വിടുന്ന കാണാൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരു കാര്യം, നീ വന്ന് ഇരിക്കും. ഞാൻ കാണാൻ ഓക്കെ. കൊതിയൊന്നും പറ്റില്ലേ? ഇടിയപ്പത്തിൽ നല്ല പീസൊക്കെ എടുത്ത് മീനും തക്കാളിയുടെ പീസ് കൂട്ടി അടിപൊളി. ഇടിയപ്പൊക്കെ അങ്ങ് അലുത്ത് പോവാണ്. സാധനത്തിന് ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ തേങ്ങാപ്പാലൊക്കെ ആയതുകൊണ്ടേ ഹെവി റിച്ച് ഫീലാണ്. കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ്. ഒരുപാട് എരിവുള്ള മീൻ കറിക്ക് കഴിക്കുന്നതിന് എരിവില്ലാന്നല്ല, പാകത്തിന് എരിവുണ്ട്. പാകത്തിന് ഒരു മറ്റേ തേങ്ങാപ്പാലിലേക്ക് ടേസ്റ്റ് വരുമ്പോഴേ ഗുമ്മെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്യായ ഗുമ്മാണ്. വീണ്ടും വീണ്ടും കഴിച്ചോണ്ടിരിക്കും. മീൻകറിയും കേട്ടു. ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോയിരുന്ന ആള് അതിരുന്ന് ഫുള്ള് കഴിക്കണോടാ. ഞാൻ രണ്ടിന്റെ ടേസ്റ്റ് നോക്കിയാണ് കേട്ടോ. അത് കറി അതിൽ ഒഴിച്ചിട്ടൊന്ന് നോക്കി, അതേപോലെ മീനിന്റെ തന്നെ നോക്കി. ഒരുത്തൻ ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം പോയിരുന്നതാണ്. എന്നിട്ട് അവനവിടെ നിന്ന് നൈസായിട്ട് കഴിക്കണം. ടേസ്റ്റ് കഴിക്കാതിരുന്ന് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ കഴിച്ചു പോകും. അടിപൊളിയാ. ഇഷ്ടപ്പെട്ടില്ലേ? അപ്പം ഫിഷ് മോളി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പൊളി എന്ന് പറഞ്ഞാൽ പൊളി കേട്ടോ. വേറെ വാക്കുകൾ അധികം കിട്ടാത്തതുകൊണ്ടാണ് ഈ പൊളി എന്ന് തന്നെ പറയുന്നത്. അത്രയ്ക്ക് സൂപ്പറാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റായിട്ട് താഴെ ഇടുക. അതുപോലെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലേ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പം ഇതിലും മനോഹരമായിട്ടുള്ള അടിപൊളി വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും പീസ്.